നമസ്കാരം. അധികാരത്തിന്റെ ഇടനാഴികളിൽ സുഹൃത്തുക്കളെന്നും പങ്കാളികളെന്നും ഒക്കെ വിളിക്കപ്പെടുന്നവർ തന്നെ ഇരുട്ടിന്റെ മറവിൽ പിറകിൽ നിന്ന് കുത്താൻ മടിക്കില്ല എന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ലോക രാഷ്ട്രീയം ഇന്ന് വിരൽ ചൂണ്ടുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം കനത്തു പുകയുമ്പോൾ ആ പുകമുറയ്ക്കുള്ളിൽ വെച്ച് അമേരിക്ക നേരിട്ട് അല്ല എങ്കിലും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മുന്നേറ്റങ്ങൾക്ക് നേരെ തൊടുത്തത് വിനാശകരമായിട്ടുള്ള ഒരമ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തകർച്ച കാണാൻ വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നു എന്ന പരസ്യമായ രഹസ്യം ഇപ്പോൾ തെരുവുകൾ കൂടി പറഞ്ഞു നടക്കുന്ന ഒന്നായി അലയടിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഇന്ത്യയുടെ ആണിക്കല്ലായ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്ത് ഇന്ത്യ പടുത്തുയർത്തിയ രഹസ്യ കോട്ടയ്ക്ക് മുകളിൽ അമേരിക്കൻ മിസൈലുകൾ വന്ന് പതിച്ചത് കേവലം ഒരു യാദൃച്ഛികത എന്ന് വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമുണ്ട്. ചൈനയും പാകിസ്ഥാനും വർഷങ്ങളായി കൊതിച്ചിരുന്ന അതേ ദുരന്തം അമേരിക്ക തങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് നടപ്പിലാക്കുമ്പോൾ അത് ഇന്ത്യയുടെ അല്ലെങ്കിൽ വൻകര കടന്നുള്ള സ്വപ്നങ്ങൾക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് എന്ന് മനസ്സിലാക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചബഹാർ എന്നത് വെറുമൊരു വ്യാപാര കേന്ദ്രമല്ല. ചിരവൈരിയായ പാകിസ്ഥാനെ, അവരുടെ തുറമുഖങ്ങളെ ഒക്കെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും സമ്പന്നമായ മധ്യേഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ വഴി തുറക്കുന്ന ഭാരതത്തിന്റെ ഗേറ്റ് വേ ആണ് ചബഹാർ. നോക്കൂ, ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ട്രംപ് ഭരണകൂടം ഇറാനിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളിലേക്ക് ബോംബുകൾ വർഷിച്ച കൂട്ടത്തിലാണ് ചബഹറും അവരുടെ ആക്രമണത്തിന്റെ ലക്ഷ്യമാകുന്നത്. ചബഹാർ ഇന്ത്യയുടെ തുറമുഖമാണ്, ഇന്ത്യയാണത് നിർമ്മിക്കുന്നത്, ഇന്ത്യയുടെ അധീനതയിലെന്ന് അറിയാഞ്ഞിട്ടല്ല. അതിക്രൂരമായ അമേരിക്കൻ വ്യോമാക്രമണത്തിൽ തുറമുഖത്തിന്റെ മാരിടൈം വാച്ച് ടവറും കൺട്രോൾ ടവറും ഒക്കെ തകർന്നു വീഴുകയും വലിയ തോതിൽ പുകകൾ ഉയരുകയും തീ കത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ ദൃശ്യങ്ങൾ ലോകത്തെങ്ങും പ്രചരിച്ചോടെ അന്താരാഷ്ട്ര തലത്തിൽ നടുക്കമാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം ഒരു കാരണവശാലും അമേരിക്കയോട് ബോംബിടേണ്ട ആവശ്യമില്ല. ഹെക്സത്ത് പോലുള്ള ഉയർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ തകർന്ന ടവറിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അഭിമാനത്തോടെ പങ്കുവച്ചത് ഇന്ത്യയോടുള്ള അമേരിക്കൻ സമീപനം എത്രത്തോളം വഞ്ചനാപരമാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. ഈ സംഭവത്തിന് പിന്നാലെ ഷാഹിദ് ബെഹസ്തി ടെർമിനലിന് പ്രത്യക്ഷത്തിൽ കേടുപാടില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായിട്ട് ഒന്ന് പറയാൻ ശ്രമിച്ചുവെങ്കിലും തുറമുഖത്തിന്റെ പ്രധാന കൺട്രോൾ ടവർ തകർന്നതോടെ മൊത്തത്തിലുള്ള പ്രവർത്തനം പൂർണ്ണമായി ബാധിക്കപ്പെട്ടു എന്നത് സത്യമായ കാര്യമാണ്. ഇതോടെ ഇന്ത്യ വർഷങ്ങളായി കൂട്ടിക്കിഴിച്ച് തന്ത്രപരമായ കണക്കുകളെല്ലാം തകിടം മറിച്ച് ഇട്ടുപോയി. ചൈനയുടെ വിപുലമായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനും പാകിസ്ഥാന്റെ ഗോദർ തുറമുഖത്തിനും ബദലായി ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും ശക്തമായ ഉത്തരമാണ് ഈ ചബഹാർ പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കേറ്റ ഈ ഒരു തിരിച്ചടി കണ്ട് ചൈനയും പാകിസ്ഥാനും ഒക്കെ പരസ്യമായി സന്തോഷിക്കുന്നു എന്ന് അതിൽ അത്ഭുതപ്പെടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം അമേരിക്ക അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു സമ്മാനമാണത്. സത്യത്തിൽ ഭാരതത്തിന്റെ സാമ്പത്തികവും പ്രതിരോധപരവുമായിട്ടുള്ള അതിവേഗ വളർച്ചയെ അമേരിക്ക എന്നും അസൂയയോടെ നോക്കിക്കാണുന്നത് എന്നത് സത്യമാണ്. പാശ്ചാത്യ ഉപരോധങ്ങളെ കാറ്റിൽ പറത്തി റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങി ഇറക്കുമതി ചെയ്ത് ആഗോള വിഷയങ്ങൾ അമേരിക്കയ്ക്ക് വിധേയപ്പെടാതെ തന്നെ സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിച്ച് അതിനൊക്കെ ഇന്ത്യ കാണിച്ചിട്ടുള്ള ആർജവം വാഷിംഗ്ടണിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റഷ്യയുമായിട്ടുള്ള വൻകിട പ്രതിരോധ ഇടപാടുകളൊക്കെ ഇറാന്റെ മണ്ണിൽ നിക്ഷേപം നടത്താനുള്ള തീരുമാനമൊക്കെ അമേരിക്കയ്ക്ക് ഒരിക്കലും ദഹിക്കുന്ന കാര്യങ്ങളല്ലതൊന്നും. ചൈനയെ ചെറുക്കാൻ ഇന്ത്യ ഒപ്പം നിർത്തുന്നു എന്ന് പുറമെ നടിക്കുമ്പോഴും ഒരു വൻശക്തിയായി ഇന്ത്യ മാറുക എന്നത്, തടയുക എന്നത് അമേരിക്കയുടെ എക്കാലത്തെയും യഥാർത്ഥ ലക്ഷ്യമാണ്. ചബഹാറിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം ഈ വിരോധത്തിന്റെ നേരിട്ടുള്ള ഒരു പ്രതിഫലനമാണ്. അതറിയാതെ സംഭവിച്ചല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യയെ തകർക്കണം, ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ തകർക്കണം എന്നത് കരുതി കൂട്ടി അമേരിക്ക ചെയ്തിട്ടുള്ള ആക്രമണം തന്നെയാണ്. ഇന്ത്യ ഏകദേശം $120 മില്യൺ നേരിട്ട് നിക്ഷേപിക്കുകയും ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ധനസഹായം നൽകുകയും ചെയ്ത ഈ ബൃഹത്തായ പ്രോജക്ട് ഇപ്പോ കടുത്ത അനിശ്ചിതാവസ്ഥയിലായിരിക്കുകയാണ്. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ ഭക്ഷ്യധാന്യ സഹായവും മറ്റു വൻകിട വിദേശ വ്യാപാരങ്ങളും ഈ പാതയിലൂടെയാണ് സുഗമമായി നടന്നിരുന്നത്. മുമ്പ് അമേരിക്കൻ ഉപരോധങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് പ്രത്യേക ഇളവുകൾ ലഭിച്ചിരുന്നുവെങ്കിലും മാറുന്ന ആഗോള യുദ്ധ കാഴ്ചപ്പാടുകളിൽ ആ ഉറപ്പുകളെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ അവസരം മുതലെടുത്ത് ചൈന ഗ്വാദർ പോർട്ട് വഴി മധ്യേഷ്യയിൽ തങ്ങളുടെ അധിനിവേശം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുക. ചബഹാർ പദ്ധതി പൂർണ്ണമായി തകർന്നാൽ ആഗോള ഭൂപടത്തിലെ കളി നിയമങ്ങൾ ഇന്ത്യക്കെതിരായി മാറും. അമേരിക്കയുടെ ഈ അപകടകരമായിട്ടുള്ള നീക്കം അവരുടെ സ്വന്തം തന്ത്രപരമായ ലക്ഷ്യങ്ങളെ എങ്ങനെ യോജിച്ചു പോകുന്നു എന്നത് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾ പോലും എന്തുകൊണ്ടാണ് കൃത്യമായി ഇത് ചർച്ച ചെയ്യാൻ മടിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഈ ക്രൂരമായ നീക്കത്തില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകൂടം എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന ചോദ്യവും കൂടി ശക്തമാകുന്നുണ്ട്. ഇവിടെ കടുത്ത സാമ്പത്തിക തന്ത്രപ്രധാന നഷ്ടങ്ങൾ സംഭവിച്ചിട്ടും അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഓർത്ത് ഇന്ത്യ ഒരു മൃദുത്വ നിലപാട് അല്ലെങ്കിൽ ട്രംപിനെ താങ്ങി നിൽക്കുന്ന ഒരു നിലപാട് മാത്രമേ സ്വീകരിക്കൂ എന്നൊരു ആശങ്ക
വിദേശ നയ വിദഗ്ധർ ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഭാരതത്തിന്റെ വിദേശ നയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടമാണ് എന്നത് നമ്മുടെ ഭരണകർത്താക്കൾ ഓർക്കേണ്ടതാണ്. ചരിത്രം നമ്മളെ വീണ്ടും ഓർപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശാശ്വതമായ സൗഹൃദങ്ങൾ ഇല്ല, ശാശ്വതമായ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് ഭാവിക്കുന്നവർ പോലും സ്വന്തം ആധിപത്യം നിലനിർത്താൻ ഏത് നിമിഷവും നമുക്കെതിരെ തിരിയാം. ഇന്ത്യയുടെ അമ്പരപ്പിക്കുന്ന സാമ്പത്തിക വളർച്ചയും സൈനിക കരുത്തും അമേരിക്കയെ ഭയപ്പെടുത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. മറ്റാര് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും അത് ഇന്ത്യക്കാരും ഇന്ത്യൻ ഭരണകൂടവും തിരിച്ചറിയണം. ഈ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതം കൂടുതൽ സ്വയം പര്യാപ്തമാവുകയും സ്വന്തം സൈനിക സാമ്പത്തിക അടിത്തറ കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യണം. ചബഹാർ പോലെയുള്ള നിർണായക പദ്ധതികൾ ഏതു പ്രതിസന്ധിയിലും സംരക്ഷിക്കപ്പെടണം. ലോക ശക്തികളുടെ പണയ ഉരുപ്പടികളാകാൻ അല്ലെങ്കിൽ അവരുടെ ചട്ടങ്ങളാകാൻ, കരുക്കളാകാൻ ഇന്ത്യ ഇനി തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കേണ്ട സമയമാണിത്. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഓരോ പൗരനും ജാഗ്രത പാലിക്കേണ്ടതും ഈ ഒരു അവസരത്തിൽ തന്നെയാണ്. ഈ അമേരിക്കൻ അജണ്ടകളെ തുറന്നു കാണിക്കേണ്ടതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വാർത്ത ഭാരതത്തിലെ മാധ്യമങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത്. ചബഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അഭിമാനമാണ്. ആ അഭിമാനത്തിന്റെ മേൽ അങ്ങനെ ഒരു അഭിമാനം വേണ്ട. ഇന്ത്യയുടെ സാമ്പത്തിക സൈനിക വളർച്ച അതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നത് അമേരിക്കൻ അജണ്ട ആയതുകൊണ്ട് മനഃപൂർവ്വം ട്രംപ് മൈ ഫ്രണ്ട് കൊണ്ടുവന്നിട്ട് പൊട്ടിച്ച് ആ തുറമുഖത്തെ തകർത്ത് തന്നെയാണെന്ന് വളരെ വളരെ വ്യക്തമാണ്. Different angles. Don't forget to subscribe and support this channel.